നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് ഏതാണ്? ഫുൾ ഇൻസ്റ്റാഗ്രാം ആണ്. ഹേ കൊച്ചി, ഹലോ കൊച്ചി. ഇവിടെ ഒരു ഇൻഡോർ കഫേ ഉണ്ട്, അവിടെ പോവാം. അവിടെ പോയിട്ടുണ്ടോ? ഇല്ലോ. ഇവര് തമ്മിലുള്ള ഒരു സിംഗ് എങ്ങനെയാണ്? ഭയങ്കര സിംഗിൾ. അഞ്ജലി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ സമയത്ത് കരഞ്ഞതാ. ആ കരച്ചിൽ ഇപ്പോഴും നിർത്തിയില്ല. അവളെ എത്തിയും ഷൂട്ട് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. സിദ്ധാർത്ഥന്റെ കൂട്ടത്തിലൊക്കെ അഭിനയിക്കുമ്പോഴോ കുറേ സിനിമയിൽ വർക്ക് ചെയ്തൊരു ഫീലായിരുന്നു. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോഴും പുള്ളി ഭയങ്കര സപ്പോർട്ടായിരുന്നു. വന്ന് വെള്ളം കുടിച്ചോ, മരുന്ന് കഴിച്ചോ, ടയർഡാണോ, ഇരിക്കണോ, നിൽക്കണോ. ആ സമയമൊക്കെ കൊച്ചി ടു മധുരൈ, കൊച്ചി ടു പളനി സൂപ്പർ ഫാസ്റ്റ് വണ്ടി ഓട്ടിക്കല്, ഗട്ടർ ചാടല്, ഹമ്പ് ചാടല്. ഞാൻ ഓടി അഭിനയിക്കുന്നു, വീണ അഭിനയിക്കുന്നു. ഞാൻ അജുചേട്ടനെ ഈയിടെ ഇന്റർവ്യൂ ചെയ്ത സമയത്തെ അജുചേട്ടൻ പറയുന്നുണ്ടായിരുന്നു അതിൽ മോൾ ഇങ്ങനെ വിരലൊടിക്കുന്ന ഒരു സീൻ വന്നപ്പോൾ അതിൽ എക്സ്പ്രഷൻ ഇടാനാണ് ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടിയത്. കാരണം റിയൽ ലൈഫിൽ എൻ്റെ മോള് വിരലൊടിച്ചിട്ടില്ല. 43 ടേക്ക് അജു പോയിരുന്ന ഒരു സീനാണ്. Avni, I wanted to come on stage quickly. ഇങ്ങനത്തെ ഇതുവരെക്കുമേ வந்து burn ആയിடுச்சு. But she's such a brave heart girl. ஒரு half an hourல வந்து again she came back and she did the shot. ஏன்னா எங்களுக்கு ஒரு நாள் தான் அங்க ஷூட்டிங் இருக்க முடியும். സൂര്യങ്ങളെ ചെറുപ്പം അഭിനയിക്കുന്ന കുട്ടി എന്നെ പിടിച്ചിങ്ങനെ വെപ്പിക്കല്ലേ. അപ്പൊ കുറച്ച് അടുത്തായി പോയി. അപ്പൊ കിട്ടിയത് മൊത്തം എനിക്കാ. ഇപ്പൊ ഉണ്ടോ പാട്? ഇല്ല, അത് ക്യൂർ ആയല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സൂര്യങ്ങള് സ്റ്റേജിൽ വിളിച്ച് അഡ്മയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് അതെ ആർക്കും കിട്ടാത്തൊരു ഇതാണ്. അമ്മയ്ക്ക് പോലും കിട്ടിയിട്ടില്ല. അത് ആവണിക്കുട്ടിക്കാണ് കിട്ടിയത്. She was such a സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ കൊച്ചി. ഹലോ നമസ്കാരം, ഞാൻ അഞ്ജു എബ്രഹാം. ലൈഫ് നെറ്റ് ടിവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു സിനിമ ഫാമിലിയാണ്. ആദ്യം അമ്മ വന്ന് അഭിനയിച്ചു, ആവണിക്കും അതിൻ്റെ കൂടെ ചേർന്നു. ഇപ്പോൾ അജിത്തേട്ടന് വരുന്നുണ്ട്. അഭിനയമല്ല, ഡയറക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ മൊത്തത്തിൽ എപ്പോഴും സിനിമയും കാര്യങ്ങളായിട്ട് ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ഫാമിലിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. താങ്ക് യു. അപ്പോൾ എല്ലാവരും കൂട്ടിയാണല്ലേ? അജിത്ത്, ആദ്വിക, ആവണി, കമ്പനിയുടെ പേരും അത് തന്നെയാണ്. 4A കൺസെപ്റ്റ് ആൻഡ് റിയാലിറ്റി. അങ്ങനെയാണ് കമ്പനിക്ക് പേരിട്ടേക്കുന്നത്. കമ്പനി 4A ആണ്. വേറെ ആയിരുന്നു പേര്, അതൊക്കെ ഞങ്ങൾ മാറ്റി ഇപ്പോൾ ഇതിലേക്ക് മാറി 4A. അല്ല, ആദ്യം ആവണി ആയിരുന്നു, ആവണി പ്രൊഡക്ഷൻസ് എന്നൊക്കെ ആയിരുന്നു. പിന്നെ ആദ്വിക വന്നപ്പം 4A ആക്കി. ആർക്കും ഒരു പരാതി വേണ്ട. അല്ലെങ്കിൽ പിന്നെ ചേച്ചി ആദ്വിക, ഹായ്. നോക്കിക്കേ, സുഖാണോ? സുഖമാണോ? സുഖമാണോ? ചൂടെടുക്കുന്നുണ്ടോ? എന്ത് പടാ വരയ്ക്കുന്നേ? ചേച്ചിയുടെ പടം കാണാൻ പോയോ? സിനിമ കാണാൻ? പൂച്ച. ബ്യൂട്ടിഫുൾ, സൂപ്പർ. അജിത്തേട്ടൻ എങ്ങനെ പടത്തിന്റെ പ്ലാനിങ് ഒക്കെ ഉണ്ടോ? അതേ ആഡുമായിട്ട് കണ്ടിന്യൂ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് ആദ്യം ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. ആഡ്സ് ഇങ്ങനെ ഫുൾ പൊയ്ക്കൊണ്ടിരിക്കും. കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ കണ്ടതിന് മുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ചെന്നൈയിലുള്ള ടൈമിൽ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഡിസിഷൻ എടുത്ത് ആഡ് ഫിലിം ചെയ്യാമെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ആഡ് ഫിലിമിലേക്ക് പോകുന്നത്. അപ്പോൾ ആഡ് ഫിലിം പാരലി സിനിമ നടക്കും. നമ്മളിപ്പോൾ ഉള്ളത് അജിത്തേട്ടൻ്റെ ഓഫീസിലാണ് അല്ലേ? ഇപ്പൊ ഈ ഒരു എനിക്ക് തോന്നുന്നു ഇവിടെ ബാഗും സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പം അപ്പാർട്ട് ഫ്രം ആഡ് എന്തൊക്കെയാണ് വേറെ ആക്ടിവിറ്റീസ്? ഞാൻ കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് ചെയ്യുന്നുണ്ട് ബിസിനസ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറെ സാമ്പിളുകൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് എന്താണെന്ന് പ്രേക്ഷകരോടൊന്ന് പറയും. കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് എന്താ, നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് നമ്മൾ ബൾക്കായിട്ട് സാധനങ്ങൾ. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കാർ വാങ്ങിക്കുന്നു, ആ കാർ വാങ്ങിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ അവർക്കൊരു ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കുന്നു. അങ്ങനെ ഹാമ്പേഴ്സ് ഇന്നതൊന്നുമില്ല, എല്ലാം നമ്മൾ ബൾക്കായി. ഈ അജിത്തേട്ടൻ പരസ്യത്തിന് അഭിനയിക്കാൻ വിളിക്കുമ്പോൾ കാശ് മേടിക്കാറുണ്ടോ? എന്നെ വിളിക്കരുതെന്നാ പറയാ. ഞാൻ പറയും, ഞാൻ ആഡ് അഞ്ജലി ഡെഫിനറ്റ്ലി കാശ് കൊടുക്കും. അത് കൊടുക്കണം. പേയ്മെന്റ് ബാർഗെയിൻ പേയ്മെന്റ് ചോദിക്കുകയും ചെയ്യും, പേയ്മെന്റ് തരുകയും ചെയ്യും. പക്ഷെ ഞാൻ പറയാ എന്നെ വിളിക്കരുത് അഭിനയിക്കുക എന്നുള്ളതാണ്. പുറത്തുള്ളവരെ വിളിച്ച് അഭിനയിപ്പിക്കുമെന്നാ പറയാ. ആവണിക്കുട്ടിനെ വിളിച്ചിട്ടുണ്ടോ അഭിനയിക്കാൻ? ഇല്ലല്ലേ? അതാ ചെറിയ കുട്ടികളുടെ മോളുടെ ഒരു ഏജ് വന്നിട്ടില്ലല്ലേ? ഉണ്ടല്ലോ. അല്ല, അവളല്ല, അവളുണ്ടായിരുന്നു. ശരിയാ, ഞാൻ ചെയ്തിട്ടുണ്ട്. സ്കൂളിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ശരി. ഇവര് തമ്മിലുള്ള ഒരു സിംഗ് എങ്ങനെയാണ്? ഭയങ്കര സിങ്ക് അല്ലേ? അലമ്പുണ്ടോ? അയ്യോ, ഭയങ്കര അലമ്പാ രണ്ടുപേരും. രസം പറയാം, അഞ്ജലി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ സമയത്ത് ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വരണം. ഓൺ ദി വേ ഞങ്ങൾ ഇവിടെ പോവായിരുന്നു. നമ്മള് ആലുവയ്ക്ക് ഷൂട്ടിന് പോയിരുന്നു. അപ്പൊ അവണി അവിടെ വന്നു. അവണിയും അഞ്ജലിയുടെ ബ്രദറും വൈഫും കൂടെ വന്നു. അഞ്ജലി അവിടെ നിന്ന് കരഞ്ഞതാ, സങ്കട കണ്ണീര്. ആ കരച്ചിൽ ഇപ്പോഴും നിർത്തിയിട്ടില്ല. സോറി, ഇപ്പൊ അത് സങ്കട കണ്ണീരല്ല. ഇപ്പോഴും ആ ഇവിടെ മാന്തുന്നു, പിച്ചുന്നു, വലിക്കുന്നൊക്കെ. നല്ല
അവിടെയൊക്കെ ഉണ്ടാവും. അയ്യോടാ. പലയിടത്തും ഉണ്ട്. അവൾ ഇങ്ങനെ മാന്തും വെച്ച് മുടി പിടിച്ച് വലിക്കും. അവളെ ഇറിറ്റേറ്റ് ചെയ്യും, അവളെ ഇറിറ്റേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇവളും തിരിച്ച് കൊണ്ടോ ഇങ്ങനെയാണ് മുടി പിടിച്ച് വലിച്ച എങ്ങനെ ഇരിക്കും. അവൾക്ക് വേനിക്കൊന്നുമില്ല. അപ്പൊ ഇവള് അങ്ങനെ കാണിക്കുമ്പോ ഇവള് അതിന്റെ ഡബിള് കാണിക്കും. ആവണി വിട്, അവണി വിട്. ഇവള് പറയുന്നാണോ കുഞ്ഞാപ്പി? ഒന്നും അറിയാത്ത പോലെ അവിടെ ഇരുന്ന് ഫോണിൽ കളിച്ചോണ്ടിരിക്കുക. അവന് എങ്ങനെയുണ്ട് ഈ ഒരു ഫിലിം ഫാമിലിയിലുള്ള ആ ഒരു ജീവിതം എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. അവന് ഇവരെക്കാളൊക്കെ വലിയ സ്റ്റാർ ആയി. വിക്രം സാറിന്റെ കൊടുത്ത്, ഇന്ന് വിക്രം സാറിന്റെ കൊടുത്ത്, നാളെ സൂര്യ സാറിന്റെ കൊടുത്ത്, ഫുൾ ബിസി. എങ്ങനെ പോകുന്നു ആ ഒരു ലൈഫ്? നന്നായിട്ട് പോകുന്നു. സൂര്യാങ്കളുടെ കൂടെ അഭിനയിച്ചപ്പോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സൂര്യാങ്കളുടെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നു. വീരധീര സൂര്യൻ അഭിനയിക്കുന്ന ടൈമിൽ തന്നെയായിരുന്നു സൂര്യാങ്കളുടെ പടവും വന്നത്. അപ്പൊ ഞാൻ ഒരു ഷെഡ്യൂളേ ഉള്ളൂ. ഒരു ഷെഡ്യൂൾ തന്നെ ഒരു പടം വീരധീര സൂര്യനോട് നടക്കണു, ഒരു പടം റിട്രോട് നടക്കണു. അങ്ങനെ എന്താ ചെയ്യാ? ഫിനിക്സ് കണ്ടിട്ടോ ഇതൊക്കെ. ചാൻസ് വന്നത് ഫിനിക്സിലെ സീനുകൾ കണ്ടിട്ടാണ് വീരധീര സൂര്യനിലെ ഡയറക്ടർ വിളിക്കുന്നത്. ഫിനിക്സിൽ ഞങ്ങൾക്ക് ഒരു വീട്ടിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. ചേച്ചി മനസ്സിലായോ? ശരി, ഞാൻ കണക്ഷൻസ് ഉണ്ട് അഞ്ജുവായിട്ട്. ആക്ച്വലി ഇപ്പൊ എന്റെ ചിത്ത സിനിമയും അഞ്ജു ഡബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആവണിക്കുട്ടിയോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അമ്മ ഒരു അപ്പ റൗണ്ടാണേ. ആരെ പറ്റിക്കാനാണ് ഏറ്റവും എളുപ്പം? അമ്മ അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ മനസ്സിൽ? ഇങ്ങനെ ഞാൻ കുക്കുന്നാട്ടോ വിളിക്കാം. കുക്കുന്ന് വിളിക്കുന്നത്? കുക്കു. അപ്പം കുക്കു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും, വിരാട് കോഹ്ലി ഫുട്ബോളിൽ കയറി അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പൊ അമ്മ വിരാട് കോഹ്ലി ഫുട്ബോളിലുള്ള ആളല്ലേ? അതാണ് ഫുട്ബോള്. ഇതാണോ മണ്ട ചോദിക്കണം? ഫുട്ബോളിലുള്ള ആളാണ്. ശരി, അങ്ങനെ സാധനങ്ങൾ പറഞ്ഞോള്. എനിക്ക് അങ്ങനെ കൂടെ ഒക്കെ പേര് മാറിപ്പോവും പെട്ടെന്ന്. അപ്പൊ ഇവരിങ്ങനെ അതേന്നൊക്കെ പറഞ്ഞ് കുറെ നേരം തന്നെ പറ്റിക്കും. കുറച്ച് മനസ്സിലാവും പറ്റിക്കില്ല. രണ്ടുപേരും ഒരേപോലെ അജിത്തേട്ടൻ അഭിനയിക്കണം എന്ന് തോന്നിയിട്ടില്ല? പിന്നെ അഭിനയിക്കണം. അയ്യോ, അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അഭിനയിച്ചിട്ടുണ്ട് വില്ലനായിട്ടൊക്കെ സിനിമയിൽ. ഞങ്ങൾ അഭിനയിച്ചിട്ട് സിനിമയിൽ മണൽ പക്ഷികൾ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതാണ് ഒരു സന്തോഷം. എന്നുവെച്ചാൽ പടം ഇറങ്ങാത്തോണ്ട് മോഹൻലാൽ ഫസ്റ്റ് പടം ഇറങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത്, ഞാൻ കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് പടം ഇറങ്ങിയില്ല, ആ എന്നിട്ട് ലാലേട്ട് വലിയ സ്റ്റാർ വലിയ സ്റ്റാർ ആവും. എന്താ വേണം പിന്നെ? ബാക്കിൽ അവർ നെഞ്ചത്തിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആവണിക്കുട്ടി ഇതിൽ ഏറ്റവും കൂടുതൽ ഉപദേശം തരുന്ന ആളാ? രണ്ടുപേരും തരും ഒരുപോലെ. എന്തൊക്കെ ഉപദേശങ്ങളാണ് ഇവര് തരാറുള്ളത്? ഫോൺ അധികം നോക്കരുത്. രണ്ടുപേരും പറയും. അമ്മ പടം വരയ്ക്കാൻ പറഞ്ഞു. പടം വരയ്ക്കണമെങ്കിൽ എനിക്ക് ഫോൺ നോക്കിയേ വരയ്ക്കാൻ പറ്റൂ. അമ്മ ഇപ്പൊ എല്ലാത്തിനും റീസൺസ് ഉണ്ട്. അത് വേണം ഇത് വേണം ഒക്കെ ഫോണിലാണ് അമ്മ. ഇപ്പൊ എല്ലാം ഫോണിലാണ്. അതുകൊണ്ട് ഫോണിൽ എനിക്കൊക്കെ അറിയുന്നതിനേക്കാളും 1000 കാര്യങ്ങൾ അവൾ ഫോണിൽ ചെയ്യും. എല്ലാ കാര്യവും കാർ ബുക്ക് ചെയ്യാനാണെങ്കിലും ഫുഡ് ബുക്ക് ചെയ്യാനാണെങ്കിലും ആമസോണിൽ എന്തെങ്കിലും ബുക്ക് ചെയ്യാനാണെങ്കിലും. ഇപ്പൊ ഇവളുടെ അടവ് എന്താ വെച്ചാ അതോ ടോയ് വേണോ ആമസോണിൽ കയറാം. അപ്പൊ ഇവള് ഫോൺ എടുക്കലെന്ന് പറയാം എല്ലാരും അവനോട്. ഞങ്ങള് നോക്കട്ടെ, ടോയ് നോക്കട്ടെ. ഇവരിൽ കണ്ണിങ് ആയിട്ടുള്ള ആളാണ് അമ്മ. അമ്മയാണോ? അല്ല, എനിക്ക് നമ്മള് ബഹിഷ്കരിച്ചിരിക്കുന്നു. അതെ അതെ. കൂട്ടത്തില് എന്നാ പോട്ടെ, കണ്ണിങ്ങേ വിട്ടേക്ക്. ഭയങ്കര ബുദ്ധിയുള്ള ആളാരാണ് ഇവരില്? അതിപ്പോ നേരത്തെ എനിക്ക് മന്ദബുദ്ധിയുടെ ലേബിൾ തന്നല്ലോ. പിന്നെ ഉറപ്പായിട്ടും ബുദ്ധിമാൻ അതാണല്ലോ. അച്ഛൻ GK ഒക്കെ പറഞ്ഞു തരാറുണ്ടോ? ഉണ്ട്. ഇന്നലെയും കൂടി പറഞ്ഞുള്ളൂ. എന്ത് GK പറഞ്ഞു? എഡ്യൂക്കേഷൻ മന്ത്രി ആരാണ്, എന്ന് മറ്റേ മന്ത്രി ആരാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആർക്കാണ്? രണ്ടുപേർക്കും വരും. ഞാൻ വിചാരിച്ച എന്റെ അടുത്തേക്ക് എന്താ കൈ വരാത്ത. എന്തിനൊക്കെ ഇവർക്ക് ദേഷ്യം വരുന്നേ? ഞാൻ ആദ്യമുള്ള ടൈമിൽ അറിയാണ്ട് ഇങ്ങനെ ഫോൺ എടുക്കും. അപ്പൊ ഇവിടുന്ന് കോള് വരും. അങ്ങനെ ഞാൻ ഫോൺ എടുത്ത് ഞാൻ അറിയാണ്ട് ഞാൻ 5 മിനിറ്റ് ഞാൻ ഓപ്ഷൻ ഞെക്കിയിട്ട് തരാം. അപ്പൊ ഇവിടുന്ന് കോള് വരും. അങ്ങനെ വലിയൊരു ബ്ലാസ്റ്റ് ആവും. ഫോണ് മാത്രല്ല പല കാര്യങ്ങളും കേട്ടോ. നമുക്ക് പെട്ടെന്ന് അതായത് ഇപ്പൊ പെട്ടെന്ന് ചുമച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും അവന് വെള്ളം എടുത്തോണ്ട് പറഞ്ഞ ഇവിടെ നിന്ന് ഇങ്ങനെ റോബോട്ട് സാറിന്റെ പടം പോലെയാണ്. പറയാം അവിടെ പെട്ടെന്ന് വെള്ളം കുട്ടി ചുമക്കണോന്നൊക്കെ പറയും. നമ്മളെ കൊണ്ട് അത് ഒച്ചെടുപ്പിക്കുന്ന രീതിയിലേക്ക് അതിന്റെ സ്റ്റെപ്പ് എത്തും. അപ്പൊ അങ്ങനെയൊക്കെ ചില അതൊക്കെ അവളുടെ പ്രായത്തിലുള്ള. ആക്ച്വലി അത്
ഈ പിള്ളേർക്ക് പൊതുവെ ഈ പെട്ടെന്നൊരു കാര്യം കേൾക്കാതെ ഇപ്പൊ ഇച്ചിരി ഒച്ചെടുത്ത് പറഞ്ഞാലേ അത് work work ആവുള്ളൂ എന്നുള്ള ആവുള്ളൂ. രീതിയിൽ അതെ, അവരെ- അതെ, 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 അതെ. ശ്രദ്ധയില്ല. ടിവിയിലും ഫ്രണ്ട്സിലും പല കാര്യങ്ങൾ ഫോണോടെ പിടിച്ചു വെച്ചിരിക്കുന്നു. വെള്ളം കൊടുക്കാതെ ഫോൺ കിട്ടില്ല. പക്ഷെ എന്നാൽ ആ കുട്ടി ക്ലാസ്സിൽ പോകാതെ നന്നായിട്ട് പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കുന്ന കുട്ടിയാണ്. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലേ? ഓക്കെ. അവൻ എങ്ങനെയാണ് ടഫ് സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? ഒരു ടഫ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് ഞങ്ങൾ കണ്ടു. മറ്റേ പറ 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 ഇല്ല ഒന്നുമില്ല ഞാൻ എന്തോ ഉണ്ട്. ഒന്നുമില്ല പറഞ്ഞു എന്തോ സ്റ്റോറി ഞാൻ കേട്ടില്ല. പറ എന്ത് ടഫ് സിറ്റുവേഷൻസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അവൾ ഏത് ടഫ് സിറ്റുവേഷനും കരഞ്ഞാണ് തീർക്കുക. ഓക്കെ. കരഞ്ഞു കഴിയുമ്പോ 10 മിനിറ്റ് കഴിഞ്ഞാൽ അങ്ങ് തീരും. അത്രേ ഉള്ളൂ. ഞാൻ കരഞ്ഞോട്ടെ എന്ന് വിചാരിക്കും. ഇപ്പൊ നോർമലി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു മരണ വീട്ടിൽ പോയാൽ പോലും അവിടെ ഉള്ളവര് അത്രയും കരയുമ്പോ അടുത്തുള്ള ആള് കരയില്ലേ പോട്ടെ അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? കരഞ്ഞു തീർക്കണമല്ലോ. അവരുടെ മിസ്സിങ് അവർക്കല്ലേ അറിയുള്ളൂ. ഇപ്പൊ അവരുടെ മക്കളോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ എന്തെങ്കിലും ആരെങ്കിലും ആയിക്കോട്ടെ, അവര് കരയാൻ നിന്ന് കഴിഞ്ഞാൽ കരയില്ല ഇങ്ങനെ കരയാൻ പാടുണ്ടോ? എന്തിനാ ഞാൻ അതുകൊണ്ട് കരയട്ടെ എന്ന് വെച്ചാൽ കരഞ്ഞാൽ അതങ്ങ് തീർന്നു. അതേപോലെ ഇവള് ടഫ് സിറ്റുവേഷൻസ് എല്ലാം കരഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അമ്മയും. ഞാൻ അങ്ങനെ കരയാറൊന്നുമില്ല. ഞാൻ കുറച്ചു നേരം ആലോചിച്ചിട്ട് അതിന് മീൻസ് ഞാൻ കരയും. പക്ഷെ അങ്ങനെ എല്ലാത്തിനും അങ്ങനെ കരച്ചിലൊന്നുമില്ല. സെൽഫായിട്ട് പിന്നെ കൊച്ചു കുഞ്ഞല്ലേ. ഓക്കെ. ആവണ്ണിയുടെ ഒരു ഇതില് ഫാമിലിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്റെ ഫാമിലി നല്ല അടിപൊളി ഫാമിലിയാണ്. നല്ല വൈബ്ഡ് ഫാമിലിയാണ്. നൈറ്റ് ഡ്രൈവ്സ് ഒക്കെ പോവാറുണ്ട്. ഫുൾ ചില്ലിംഗ് ആണ്. നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് ഏതാണ്? ഞങ്ങള് എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫുൾ ട്രൈ ചെയ്യും. ഫുൾ ഇൻസ്റ്റാഗ്രാം ആണ്. ഹേ കൊച്ചി, ഹലോ കൊച്ചി ഒക്കെ ഫുള്ള് റീൽസ് ആണ്. അമ്മ ഇവിടെ ഫുള്ള് അടിപൊളിയാണ്, നമുക്ക് ഇവിടെ പോവാം. ഇവിടെ ഒരു ഇൻഡോർ കഫേ ഉണ്ട്, അവിടെ പോവാം. ഒരു ഭയങ്കര എന്താ പറയാ ഫോറസ്റ്റ് ഏരിയയിൽ നടക്കുന്ന ഒരു കഫേ നമ്മുടെ കൊച്ചി കടവന്തറയിൽ. അങ്ങനെ അവിടെ പോയിട്ടുണ്ടോ? ഇല്ലോ. അവക്ക് കുഴിമന്തി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത സാധനം അങ്ങനെയല്ല, അത് കഴിക്കണം നല്ലതല്ല. ഫിഷ് ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത സാധനം. ആണോ? ഫിഷ് ഇഷ്ടമല്ല അവണിക്കുട്ടിക്ക്? ചിക്കൻ ഇഷ്ടമാണ്, ചിക്കൻ ഇഷ്ടമല്ല. അപ്പൊ എന്ത് ചെയ്യും നിങ്ങൾ? ഹോട്ടലിൽ കയറും അല്ലേ? എല്ലാം കിട്ടുന്ന ഹോട്ടലിൽ കയറും എന്നിട്ട് കഴിക്കും. ഫാമിലി ട്രിപ്സ് ഒക്കെ എങ്ങനെ പ്ലാൻ ചെയ്യുന്നത്? ഇപ്പൊ ചെറിയൊരാളോട് ഉണ്ടല്ലോ, അപ്പൊ അയാളുടെ കൂടെ നോക്കണല്ലോ. രണ്ട് കാര്യമുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആളും ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആളുമാണ് കല്യാണം കഴിച്ചത്. എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ട്രാവൽ ഇഷ്ടമല്ല. അതെന്താ പ്രശ്നം അറിയോ? യാത്ര ചെയ്ത് അവിടെ എത്തുന്ന വരെ ഈ കുഞ്ഞുങ്ങളെ നോക്കണം, ഡ്രസ്സ് എല്ലാം ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഡ്രൈവിങ്. എനിക്ക് എത്ര ദൂരം വരെ പോയാലും എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ ഞാൻ അത്രയും സ്ട്രഗിൾ ആയിരുന്നു. ഞാൻ വണ്ടി ഓടിക്കുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല കൊച്ചിന്റെ മടിയിരുത്താൻ. എനിക്ക് പെട്ടെന്ന് സൈനസിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ചെറിയ ചെറിയ ഹെഡ് ഏക്സ് ഇങ്ങനെ വരും. അപ്പൊ എനിക്ക് കുറെ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഈ മൂവ്മെന്റ്സ് ഇങ്ങനെ എനിക്ക് പറ്റത്തില്ല. അപ്പൊ ഞാൻ വണ്ടി കയറുമ്പോ നോർമലി ഞാൻ കാറിന്റെ പകുതി പോർഷനിൽ കറക്റ്റ് ആയിട്ടാക്കിയ കണ്ടില്ല. ഞാൻ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ചളിയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ഉറങ്ങും. ബിക്കോസ് എനിക്ക് ആ മൂവ്മെന്റ് ഒട്ടും പറ്റില്ല. അപ്പം തന്നെ ഉറക്കം വരുമല്ലോ. അതുകൊണ്ട് ട്രാവലിംഗ് ഞാൻ കൂടുതലും ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ മിക്കപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കണേ. സിനിമ കാണാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതിന് കുഴപ്പമില്ലാത്തൊരു ഭാര്യ, ട്രിപ്പ് പോവാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതിന് കുഴപ്പമില്ലാത്ത ഭാര്യ, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പോകുന്നതിന് കുഴപ്പമില്ലാത്ത ഭാര്യ. എവിടെ കിട്ടും? കൊച്ചികളിരിക്കുന്നു. അവിടെ പോയി. അവിടെ കഴിഞ്ഞ മാസം തായ്ലൻഡിലും എവിടെ പോയി? തായ്ലൻഡ്, പട്ടായ, ബാങ്കോക്ക്. അമ്മയുടെ കൂടെ പോയി. അത് ശരി. രണ്ട് കപ്പിള അങ്ങനെ ഉണ്ടായിരുന്ന അവണി ട്രിപ്പൊക്കെ സൂപ്പർ ആയിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തു. പാമ്പൊക്കെ കഴിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് പൊതുവെ കോമൺ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും നിങ്ങളെ ഹാപ്പി ആക്കുന്ന കാര്യം എന്താണ്? ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന ഫാമിലി ടൈം ആണോ? ഫുഡ് കഴിക്കാൻ പോകുന്നതാണോ? ഫുഡ് കഴിക്കാൻ പോകുന്നതായിരിക്കും. എനിക്ക് ട്രാവലിംഗ് എല്ലാവരും കൂടെ പോകുന്ന, എനിക്ക് വേറെ വേറെ സ്ഥലങ്ങളിൽ പോയി ഇരിക്കാൻ ഭയങ്കര ഇഷ്ടം. എനിക്ക് പിക്നിക്സ് ഇഷ്ടമാണ്. അതല്ല ഞാൻ പറഞ്ഞത്. സ്ഥലങ്ങളിൽ പോയി ഇരിക്കാന്നല്ലേ പറഞ്ഞത്. ഞാൻ പിക്നിക്സ് ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. ഇതിങ്ങനെയാട്ടോ ഉരുളക്ക് ഉപ്പേരി പോലെ പറഞ്ഞുകൊണ്ടേ. ആവണിക്കുട്ടി, അതിനകത്ത് ഞാൻ അജുചേട്ടനെ ഈയിടെ ഇന്റർവ്യൂ ചെയ്ത സമയത്തെ അജുചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, അതിൽ മോൾ ഇങ്ങനെ വിരലൊടിക്കുന്ന ഒരു സീൻ വന്നപ്പോൾ അതിൽ എക്സ്പ്രഷൻ ഇടാനാണ് ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടിയത്. കാരണം റിയൽ ലൈഫിൽ എന്റെ മോള് വിരലൊടിച്ചിട്ടില്ല. അതുകൊണ്ട് എങ്ങനെ എക്സ്പ്രഷൻ ഇടണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ആക്ച്വലി ഇത് ചെയ്തപ്പോ ഇത് എങ്ങനെയാ മോളെ അത് ഒപ്പിച്ചത്? എങ്ങനെയാ അവർ ചെയ്യിപ്പിച്ചത്? അത് ആദ്യം ക്യാരറ്റ് വെച്ചപ്പോ അത് ആ ഒരു ഇതിന് പൊങ്ങുന്നുണ്ട്. ഇവിടെ പൊങ്ങുമ്പോ ഇവിടെ പൊങ്ങിപ്പോവും. അപ്പൊ ക്യാരറ്റ് മാറ്റിയിട്ട് അവര് ക്ലേ വെച്ചു. ക്ലേ വെച്ചിട്ട് ഇവിടെ ഫുള്ളി ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ആദ്യം ഇത്ര എന്റെ കൈ ഒടിച്ചു, പിന്നെ ബാക്കി ഇങ്ങനെ ക്ലേ വെച്ച് ഇങ്ങനെ ബെൻഡ് ചെയ്തു.
അപ്പൊ ഒറിജിനൽ പേരല്ലോ? അവിടെ തന്നെ ഒരു ചാടിയ പേര് ഇങ്ങനെ ചെയ്ത് പുറത്തു പോയിട്ട് വന്ന് പറഞ്ഞു. അത് ചെയ്തപ്പോ ഓക്കെയോ, അത് പിന്നെ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് അറിയായിരുന്നു. പക്ഷെ ഇപ്പൊ റെട്രോയിൽ എനിക്ക് തോന്നുന്നത് മോളുടെ കൈ പൊള്ളിയ കാര്യം സൂര്യ സാർ പറഞ്ഞ സമയത്ത് എല്ലാരും ഒരുപാട് ടെൻസ്ഡ് ആയില്ലേ, ഒത്തിരി കോൾസും കാര്യങ്ങളൊക്കെ വന്നു. അവര് വിചാരിച്ചു ഇപ്പൊ സ്പോട്ടിൽ നടന്ന സാധനമാണെന്ന് വിചാരിച്ചു. പക്ഷെ അതായത് ഞാൻ പോസ്റ്റ് ചെയ്തപ്പോ അന്ന് നടന്നത്, അതായത് കഴിഞ്ഞ ആഴ്ച പോസ്റ്റ് ചെയ്തപ്പോ അന്ന് നടന്ന സംഭവം കരുതി എടുത്തിരുന്നു വിളിയായിരുന്നു. പക്ഷെ എനിക്ക് അതെ, ഞാൻ വന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ ആവണി കൈ പൊള്ളിയൊന്നൊക്കെ ചോദിക്കേണ്ട അവസ്ഥ. അപ്പൊ അങ്ങനെ കാരണം സൂര്യ സാർ അത് വേദിയിൽ വിളിച്ചിട്ട് അവളുടെ ഫയർ ആക്സിഡന്റിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾ പറയാതിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അയ്യോ ഇതിങ്ങനെ ന്യൂസ് വന്നു, സൂര്യ സാറും പറഞ്ഞു, അപ്പോ എല്ലാരും എന്താന്നൊക്കെ ചോദിച്ചു അന്നാ വീഡിയോ വൈറലായപ്പോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വെറുതെ അങ്ങനെ ഒരു അറിഞ്ഞു പോകേണ്ട കാര്യമല്ല. കാരണം അവൾ ആ ഷൂട്ടിംഗ് സമയത്ത് അത്രയും ഒരു 30% പൊള്ളലേറ്റു. അതൊരു 1-2 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് അവൾ ആ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്ത് വരാൻ മനസ്സ് കാട്ടി. അപ്പൊ ആ ഒരു ഡെഡിക്കേഷന്റെ പെയിൻ എന്താന്ന് അറിയണമെങ്കിൽ ആ പൊള്ളലിന്റെ പിക്ചറോ എന്തെങ്കിലും കണ്ടാലേ മനസ്സിലാവുള്ളൂ ആളുകൾക്ക് എന്തുകൊണ്ടാണ് അവളെങ്ങനെ സാർ സ്റ്റേജിലോട്ട് വിളിച്ച് കയറ്റിയതും എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഞാനത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്ത്. ഇപ്പൊ ഉണ്ടോ? പാടില്ല, ഇല്ല, അത് ക്യൂർ ആയല്ലേ? എനിക്ക് തോന്നുന്നു ഇവിടെ തൊട്ട് ഇവിടെ വരെ ഏകദേശം ഇപ്പൊ ചെറുതായി നന്നായി സൂം ചെയ്താൽ കാണാൻ പറ്റും. കണ്ടോ, പാച്ച് ഉണ്ട്. അപ്പൊ ഈ സമയത്തും അഞ്ജലി കൂടെ ഉണ്ടായിരുന്നില്ല, അമ്മയല്ലേ കൂടെ ഉള്ളേ. അപ്പൊ എന്തോരം ടെൻഷൻ അടിച്ചാണോ, റേഞ്ച് കിട്ടുന്നില്ല. ഇവരുടെ അടുത്ത് അവിടുത്തെ കൺട്രോളറോ ആരോ അസോസിയേറ്റോ അസിസ്റ്റന്റ് ആരോ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ അപകടം പറ്റിയെന്ന് പറഞ്ഞു. കണക്ട് ആവണ്ടേ ഫോണിൽ, അറിയില്ല. എന്നാ അവര് അപകടം പറ്റിയത് വിളിച്ചു പറയാന്ന്. ഭയങ്കര ടെൻഷനായി പോയി. പിന്നെ വീഡിയോ കോളിൽ കാണുന്നത് വരെ എന്താന്നുള്ള അവസ്ഥ മനസ്സിലാവുന്നില്ല. ബാക്കി എല്ലാവർക്കും ജസ്റ്റ് ഇവിടെ വരണം, പിന്നെ ഇവിടെ വരണം. ഞാനാണ് ഈ ചെയ്ത കുറച്ചും കൂടി കൂടുതൽ. അത് അതായത് എന്റെ സൂര്യങ്ങളെ ചെറുപ്പം അഭിനയിക്കുന്ന കുട്ടി എന്നെ പിടിച്ചിങ്ങനെ വെപ്പിക്കല്ലേ, അപ്പൊ കുറച്ച് അടുത്തായി പോയി. അപ്പൊ കിട്ടിയത് മൊത്തം എനിക്കാ. ഞാനത് കിട്ടിയപ്പോ തന്നെ ബോധം ഇങ്ങനെ വെച്ച് എനിക്ക് ഒന്നും റിലേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഫൈറ്റ് മാസ്റ്റർ വന്ന് എന്നെ എടുത്ത് കൊണ്ടുപോയി അമ്മൂമ്മേടെ അടുത്ത് കിടത്തിയപ്പോഴാണ് മനസ്സിലാവണത് ഇത്രയും വലിയ പൊള്ളലാണെന്ന്. പിന്നെ അതാ പൊള്ളല് മാറുന്ന അനുസരിച്ച് ദിവസങ്ങളോളം ഇവിടെ വന്ന് എറണാകുളത്തൊക്കെ എത്തി മരുന്നൊക്കെ ഇട്ട് അത് ക്യൂർ ആവുന്ന അനുസരിച്ച് പെയിൻ കൂടുകയാണ് അവൾക്ക് വലിയുമ്പത്തേനും. ആയുർവേദമായിരുന്നു. അപ്പൊ തുണി എപ്പോഴും ഇങ്ങനെ കെട്ടിച്ചപ്പോ തുണി ഊരുമ്പോ അതിനനുസരിച്ച് ആ തൊലി ഇങ്ങനെ വരും, ഡ്രൈ ആവും. അത്യാവശ്യം സഫർ ചെയ്തു, ഒരുപാട് സഫർ ചെയ്തു. പക്ഷെ അവളുടെ സൂര്യാങ്കളെ കാണാനും ഇടപഴകാനൊക്കെ പറ്റിയപ്പോ ആ സങ്കടം അവള് മറന്നു. അതിനൊക്കെയുള്ള ഒരു റെക്കഗ്നേഷൻ എന്നുള്ള രീതിയിലല്ലേ സൂര്യാങ്കൾ സ്റ്റേജിൽ വിളിച്ച് അഡ്മയർ ചെയ്യാന്ന് പറഞ്ഞാൽ അതെ ആർക്കും കിട്ടാത്തൊരു ഇതാണ്. അമ്മയ്ക്ക് പോലും കിട്ടിയിട്ടില്ല, അത് ആവണിക്കുട്ടിക്കാണ് കിട്ടിയത്. അപ്പം സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് കേട്ടോ. ഇപ്പം നമ്മുടെ ചിത്ത മൂവിയിലേക്ക് വരുമ്പോഴത്തേനും അതിലെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഞാൻ ആ ഇമോഷൻസിൽ കൂടെ കടന്നു പോയപ്പം ഡബ് ചെയ്തപ്പോ തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് എങ്ങനെയാണത് അഭിനയിച്ചത്? എനിക്ക് തോന്നുന്നു ബേബിനെ അഭിനയിച്ചിട്ടുള്ളത്. ഡയറക്ടറിന്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെ ആ ക്യാരക്ടർ അത്രയും നല്ല ഔട്ട് കിട്ടില്ല. ബിക്കോസ് നമ്മളിപ്പോ ഇവിടെ മലയാള സിനിമയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം അവൻ ഇനി അത് പോയി എടുത്തിട്ട് വാ എന്ന് നമ്മൾ പെട്ടെന്ന് പറയാനുള്ള സീനാണെങ്കിൽ ഇവിടെയുള്ളവർ എനിക്കൊരു സിനിമയിൽ പറഞ്ഞു തന്നിട്ടുള്ളത് ആവണി അത് അവിടെ പോയി എടുത്ത് അങ്ങനെയൊക്കെ ബോഡി മൂവ്മെന്റ് കൊടുക്കാൻ. അപ്പൊ ഞാൻ ചെയ്തത് ഇങ്ങനെ സിമ്പിൾ ആയിട്ടല്ലേ, അത് ഇവിടെയുള്ള ഡയറക്ടേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ കാണിക്കാൻ പറയും, എണീറ്റിട്ട് രാവണി അത് പോയി എടുത്തിട്ട് വാ. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ അരുൺ സാറ് അവണി അത് പോയി എടുത്തിട്ട് വാ, അതായത് ആവണിയെ നോക്കണ്ട, കൈ അനക്കരുത്, അങ്ങനെ. അത് ആ അരുൺ അത്രയും എന്താ പറയാ ഭയങ്കര മാനേജ് ചെയ്ത് കൺട്രോൾഡ് ആയിട്ടാണ് ചെയ്യിച്ചിട്ടുള്ളത് എന്നെ കൊണ്ട്. ഒരു കാര്യം ആ കുട്ടിയോട് സംസാരിക്കുമ്പോൾ പോലും കണ്ണനക്കാതെ ആ കുട്ടിയുടെ കണ്ണിൽ നോക്കിയിട്ട്. മറ്റേത് നമ്മൾ ഇവിടെയാണെങ്കിൽ അത് ഇത് മറ്റേത് മറിച്ചത് പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് സംസാരിക്കുക. പക്ഷെ അവിടെ മൂപ്പര് അത്രയും കൺട്രോൾഡ് ആയിട്ട് ചെയ്തുകൊണ്ടാണ് അതിന് അത്രയും നല്ല ഔട്ട് കിട്ടിയതും ആ ഫിലിം ഫെയർ അവാർഡ് കിട്ടിയതൊക്കെ ഞാൻ അരുൺ സാറിന് തന്നെയാണ് ഡെഡിക്കേറ്റ് ചെയ്തതും ആ സിനിമയെന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ഇവിടെ അഭിനയിക്കുന്നത് കുറച്ചുകൂടെ ലൗഡായിട്ടായിട്ട് അവിടെ ചെന്ന് ചെയ്യുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഒരുപാട്. ഇവിടെ ചെയ്യുന്നതെല്ലാം ലൗഡായിട്ടൊന്നല്ല, ഇവിടെ ചെയ്ത ഞാൻ മിക്ക സിനിമകളിലും അങ്ങനെ ലൗഡായിട്ട് അഭിനയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളവരാണ്. അവിടെ അങ്ങനെ അല്ലായിരുന്നു ആ സിനിമയിൽ. പക്ഷെ ശരിയാ, റിയാലിറ്റിയിൽ ചിലപ്പോ നമ്മൾ ആളുടെ മുഖത്തേക്ക് നോക്കണമെന്നില്ല, അത്രയും നന്നായിട്ട് ചെയ്തു വെച്ചോണ്ട്. ഞാൻ 9 ടൈംസ് ആണ് ഇത്രയും പാടുപെട്ട് ഡബ് ചെയ്തൊരു സിനിമയില്ല. ഞാൻ ഇടയ്ക്ക് വെച്ച് ചോദിച്ചു ആ കുഞ്ഞു അവനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടൊന്ന് വന്ന് ഡബ് ചെയ്തിട്ട് പോവാൻ പറയാമോ. അന്ന് കുഞ്ഞിനെ കേട്ടതല്ലേ ഒത്തിരി എഫേർട്ട് ഇട്ട് എനിക്ക് തോന്നുന്നു കുഞ്ഞുമായിട്ട് വന്ന് ഡബ് ചെയ്യാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ കുഞ്ഞുവാവയുടെ ഫസ്റ്റ് ഡബിങ് ആണ്.
ഓക്കെ. സിദ്ധാർത്ഥന്റെ കൂട്ടത്തിലൊക്കെ അഭിനയിക്കുമ്പോഴോ ആ ഒരു സാധനം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പുള്ളി ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് ഭയങ്കര കുറേ സിനിമയിൽ വർക്ക് ചെയ്തൊരു ഫീലായിരുന്നു സിദ്ധാർത്ഥിൻ്റെ കൂടെ ചെയ്ത സമയത്ത്. അത് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോഴും പുള്ളി ഭയങ്കര സപ്പോർട്ടായിരുന്നു. വന്ന് വെള്ളം കുടിച്ചോ, മരുന്ന് കഴിച്ചോ, ടയേർഡാണോ, ഇരിക്കണോ, നിൽക്കണോ. അപ്പം എൻ്റെ വയറ് കൂടുന്നതനുസരിച്ച് അവരുടെ കെയറും ഇങ്ങനെ കൂടിക്കൂടി കൊണ്ട് 7 മാസം വരെ അവിടെ ഉണ്ടായിരുന്നു. 7 മാസം വരെ. പടം ഇവള് വരുന്ന തുടക്കം മുതലേ ഷൂട്ട് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. കാരണം ഞാൻ ട്രാവലിങ്ങിന്റെ ക്ഷീണമെന്നാണ് ഞാൻ കരുതേ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ 2 മാസമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. ആ സമയമൊക്കെ കൊച്ചി ടു മധുരൈ, കൊച്ചി ടു പളനി, സൂപ്പർ ഫാസ്റ്റ് വണ്ടി ഓട്ടിക്കല്, ഗട്ടർ ചാടല്, ഹമ്പ് ചാടല്, അവിടെ പോയിട്ട് ഞാൻ ഓടി അഭിനയിക്കുന്നു, വീണ അഭിനയിക്കുന്നു. ആ സീനൊക്കെ മോളെ കാണാതെ ഞാൻ വയറിടിച്ച് വീണ അഭിനയിക്കുന്നു. അപ്പോഴൊന്നും എനിക്കറിയില്ല ഇവിടെ എൻ്റെ കൂടെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഷെഡ്യൂൾ കട്ട് ഓഫ് ചെയ്ത് കൊച്ചിയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് നമുക്ക് ഡോക്ടറെ കാണാം, ബിക്കോസ് എനിക്ക് ഭയങ്കര ടയേർഡാണ്, എന്താണെന്ന് അറിയില്ല. നിങ്ങൾ ഫോണിൽ കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചപ്പോഴും ഡോക്ടേഴ്സായ ഫ്രണ്ട്സിനെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ട്രാവലിങ്ങിൻ്റെയാണ് അഞ്ജലി, കൊച്ചി ടു മധുരൈ, കൊച്ചി ടു പളനി ഇങ്ങനെ സ്ട്രെച്ചിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്ഷീണം വരും, ബോഡി പെയിൻ വരും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്തായാലും എന്താണെന്ന് അറിയണല്ലോ, 2 മാസമായിട്ട് പെയിൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് പോയി നോക്കിയപ്പോൾ ഡോക്ടർ കൺഗ്രാജുലേഷൻസ് യു ആർ പ്രഗ്നന്റ്. ഞാൻ അപ്പം എനിക്ക് പേടി, പുറത്ത് പറഞ്ഞില്ല ഞങ്ങള്. എന്നിട്ട് ഞങ്ങൾ പുറത്ത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു സ്കാൻ ചെയ്യണം, കുട്ടി ഹെൽത്തി ആണോ എന്ന് അറിയണം. കാരണം നമ്മൾ അത്രയും യാത്ര ചെയ്ത് അത്രയും ഞാൻ ഷൂട്ട് കഴിഞ്ഞ് റൂമിൽ വന്ന ഞങ്ങളുടെ ഒരു മെഷീൻ ഉണ്ട്, ഒരു വൈബ്രേറ്റർ മെഷീൻ. അതിൽ കയറി നിൽക്കും ഞാൻ, വൈബ്രേഷൻ ഫുൾ ബോഡി വൈബ്രേറ്റ് ആയിക്കൊണ്ടിരിക്കും, ഒരു മെസ്സാജിങ് എഫക്റ്റ് ആണ്. അപ്പം ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ. അപ്പം ഞാൻ ഇതൊന്നും അറിയുന്നില്ല. അപ്പം ഞാൻ ആ മെഷീന് മേലെ കയറി നിൽക്കും, എക്സസൈസ് പോലെ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇതെല്ലാം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ആരടുത്തും പറയണ്ട, റിസൾട്ട് കൊടുത്ത് അടുത്ത ദിവസം എല്ലാം കഴിഞ്ഞ് ഹെൽത്തി ആണെങ്കിൽ, ഹെൽത്തി അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് മാറി ചിന്തിക്കേണ്ടി വരും, എന്താ സംഭവിച്ചതെന്ന് അറിയാത്തതുകൊണ്ട്. ഹെൽത്തി ആയിട്ടിരിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പം അഗെയിൻ ഈ മോൺസ്റ്ററിന്റെ ഷൂട്ട് നടക്കുകയാണ്. അപ്പം നമ്മുടെ ഡയറക്ടർ വൈശാഖ് വിളിച്ചിട്ട് പറഞ്ഞു അഞ്ജലി മോൺസ്റ്ററിലൊന്ന് പെട്ടെന്ന് വരുമോ, പോലീസ് റോളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വരാം. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം, ഒരു ചെറിയ റിസൾട്ട് വാങ്ങാനുണ്ട്. പുള്ളിയോടാണ് ഞാൻ പറഞ്ഞത് ഞാൻ സംശയമുണ്ട്, എനിക്കൊന്ന് പോകണം എന്നൊന്ന്. കാരണം വേഗം വിളിക്കുകയാണ്, ആലുവ കഴിഞ്ഞ് എത്തണം, വേഗം വാ. ഞാൻ പറഞ്ഞു ഇതാണ് കണ്ടീഷൻ, എനിക്കൊരു ഉച്ച വരെ നിങ്ങൾ എന്തെങ്കിലും ഷോട്ട് എടുത്ത് വെയിറ്റ് ചെയ്യും, ഞാൻ ഉച്ചയാകുമ്പോൾ ഇങ്ങനെ ഓടിയെത്താം. ഞാൻ അവിടെ വാങ്ങി റിസൾട്ട് ഹെൽത്തിയാന്ന് അറിഞ്ഞപ്പം വീട്ടിൽ പോകാൻ സമയമില്ല, അവിടെ നിന്ന് വിളിയോട് വിളിയാ. അപ്പം ഇവളും ഈ പറഞ്ഞ പോലെ ബ്രദറും വൈഫും കൂടെ പലവട്ടം സിഗ്നലിൽ വന്നിട്ട് കെട്ടിപ്പിടുത്തവും കരച്ചിലും ഒക്കെ റോട്ടിലായിരുന്നു. അപ്പൊ എന്തായാലും ഒത്തിരി ഫാമിലി വിശേഷങ്ങളും നിങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങളും ആവണിക്കുട്ടിയുടെ വിശേഷങ്ങളും ഒക്കെ ഞങ്ങളോട് ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി. ഇനിയും കരിയറിൽ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വരട്ടെ. ആത്വികനെ നമുക്ക് ആഡിലും സിനിമയിലും ഒക്കെ കാണാൻ പറ്റട്ടെ. എല്ലാം മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയണത്, വേർത്ത് വിളിച്ചോളെ. ഓക്കെ, അപ്പം എല്ലാവിധ ആശംസകളും ആവണിക്കുട്ടി, ഓൾ ദി ബെസ്റ്റ്. അജിത്തിന്റെ ബിസിനസ്സിനും ആഡ്സിനും പരിപാടികളും എല്ലാം അടിപൊളിയായിട്ട് വരട്ടെ. താങ്ക് യു സോ മച്ച്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.